ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അതെ അതെ, ഞങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന, ഞങ്ങൾ 12 വർഷം ഞങ്ങൾ സഹിച്ച ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും വലിയൊരു ക്യാമ്പസിലാണ്. വലിയ ക്യാമ്പസ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ക്യാമ്പസിലാണ് ഞങ്ങൾ പഠിച്ചത്. സീനിയർ ക്ലാസ്സസ് വലുതാണ്. ജൂനിയർ ക്ലാസ്സസ് നമ്മുടെ പണ്ടത്തെ ക്ലാസ്സസ് പഴയ ബിൽഡിംഗ് ആണ്. അത് നേരത്തെ ആർമി സ്കൂളിൽ പഠിച്ചവർക്കറിയാം. നമ്മൾ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ പഴയ ബിൽഡിങ്ങിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ അതാണ് ശരിക്കും വൈബ്. അതെ, ഇത് ചെറിയ ക്ലാസ് അതാണ്. ഇവിടെയും പച്ചപ്പ് ഹരിതവും ഉണ്ട്, പക്ഷെ ഭയങ്കര മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിൽ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആർമി സ്കൂളിലെത്തി. അപ്പം ഞാൻ എൻ്റെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ പോകണം. അവൾ നേരത്തെ മേടിച്ച്, എന്നിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറയണത് സോറി, ടി സി മേടിച്ചത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവളുടെ അടുത്ത് പറഞ്ഞത്. ദാറ്റ്സ് വൈ വി ആർ കോൾഡ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെ, അപ്പം ഞങ്ങളുടെ ഇങ്ങനെ സ്കൂളിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. ഞങ്ങളിതിപ്പോൾ ഞങ്ങളുടെ മെയിൻ എൻട്രൻസ് ആണ്. ഞങ്ങളിപ്പം ഞങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മേടിക്കാനായിട്ട് ഇങ്ങനെ അകത്തോട്ട് വീഡിയോ അല്ലാതെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പോസ് ചെയ്യാൻ തൽക്കാലം. പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഇതാ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ MRIയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മീറ്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്കൂളിലൊരു ഇതുണ്ട്, എന്ത് മീറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിലും നമ്മൾ MRIയിൽ, നമ്മൾ എന്തിനും MRIയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ അടുത്തത് MRIയിലോട്ട് വന്നാൽ പിന്നെ MRI കയറണം, അതൊരു നിർബന്ധം. അതെ, എല്ലാ ദിവസവും അല്ല, ഇങ്ങനെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മീറ്റപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ MRIയിലൂടെ പോകും. ബിക്കോസ് അങ്ങനെ നമ്മുടെ മീറ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ ഭയങ്കര തിളങ്ങുന്നുണ്ടല്ലേ, കൊള്ളാം. മതി അവർക്ക് ബോറടിക്കും. അപ്പം നമ്മൾ ബോറടിപ്പിക്കാതെ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മളിനി MRIയിലോട്ടാണ് പോകുന്നത്. MRIയിൽ പോയിട്ട് ഒരു ഷേക്കും കുടിച്ച് ഇവളെ ബസ് കയറ്റി വിടണം. ബസ്സിലാണോ ഓട്ടോയ്ക്കാണോ അടി പോകുന്നത്? അത് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവളെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അവളെ ഓട്ടോയിലോ ബസ്സിലോ കയറ്റി വിടും. ഞാൻ നടന്ന് വീട് വരെ ചെന്നിട്ട് അമ്മയും കൊണ്ട് പുറത്ത് പോവും. കാരണം നാളെ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യണം. ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ നാളെ കോളേജിൽ. അതെ, അവൾക്ക് നാളെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ലൈക്ക് ഈ കോളേജിൽ +2 തുടങ്ങിയത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, തീർന്നത് ലൈക്ക് ജെറ്റ് വിട്ടതുപോലെയാണ്. പറയാൻ പറ്റും, അതിനെക്കാട്ട് സ്പീഡായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സംഭവം. അതെ, വളരെ പെട്ടെന്നാണ് നമ്മുടെ വെക്കേഷനും തീർന്നു. ഇപ്പം 3 മാസത്തെ വെക്കേഷനും കഴിഞ്ഞിപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോവാണ്. അതാണ് ഗുയിസ്. നമ്മൾ ഗേറ്റിന് വെളിയിലിറങ്ങണം. ഇറങ്ങിയിട്ട് വേണം നമുക്ക് MRIയിലോട്ട് നടന്ന് പോവാൻ. MRI എന്ന് പറഞ്ഞാൽ വളിച്ച കോമഡി അടിക്കാൻ വളരെ മിടിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ അതെ, വളരെ പണ്ടേ ബുദ്ധിയില്ലാത്തൊരു കൊച്ചാണ്. പണ്ടേ അതെ പണ്ടേ ഉള്ള ബുദ്ധിയൊക്കെ പോയതാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ കൂടെ കൊണ്ടു നടക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൊച്ചിനെ പോലെ. നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് പെണ്ണെ അത് കട്ട് ചെയ്തേക്കണം, വലിയേക്ക് കട്ടില്ല. ഇങ്ങനത്തെ ഒരു കൊച്ച്. ഇപ്പം നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. MRIയിൽ, അതായത് നമ്മുടെ MRIയിലെത്തി. നമുക്ക് എവിടെ പോയാലും മാൻഡേറ്ററി ആയിട്ട്, അതായത് നമ്മുടെ സ്കൂളിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ വരുന്നൊരു സ്ഥലമാണ് MRI. ഇവിടെ ഓപ്പൺ ചെയ്യും. അയ്യോ, ഓപ്പണാണ്. ഗൈസ്, നമ്മുടെ തലയ്ക്ക് വെളിവില്ലാത്ത എൻ്റെ ഞാനിത് കണ്ടില്ലേ, മഹാഭാരതം തന്നെ കണ്ടില്ലേ, നവരസങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ MRIയിൽ എത്തി. MRIയിൽ കഴിഞ്ഞ് ഇറങ്ങി
അപ്പം നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ ജന്തുവിനെ എനിക്കിനി ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അതെ 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 നമ്മളിനി ഇവിടെ ഇറക്കിയിട്ട് വേണം. ഇറക്കിയിട്ടെന്ന് പറഞ്ഞാൽ അവളെ ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ എനിക്ക് തിരിച്ച് മില്ലിൻ്റെ അവിടെ വരെ നടന്നു പോകണം. അതാണ് ഇന്നത്തെ ടാസ്ക്. തിരിച്ച് വീട്ടിൽ പോകാൻ പോയി കിടന്ന് ഉറങ്ങാം. അല്ല ഷോപ്പിംഗ് ഉണ്ടല്ലോ. എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. അവക്ക് കോളേജിൽ ഷോപ്പിംഗ് ചെയ്യണ്ടേ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അതേപറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ഫൈനലി ഞങ്ങളുടെ വീടെത്താറായി. ഇപ്പം എൻ്റെ അമ്മ വരും എന്നെ പിക്ക് ചെയ്യാൻ. അവള് ബസ്സിനല്ലേ ഓട്ടോയിൽ പോവാള് ബസ്സിൽ പോവും. അപ്പം ഇതാ എൻ്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു. അപ്പം ഞങ്ങൾ എത്തി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയ വ്ളോഗ്. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ആക്ച്വലി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു. അതെ, 2-3 പേരെ റഫ്ലി കണ്ടു. അപ്പം അത്രേ പറ്റിയുള്ളൂ. എൻ്റെ ക്ലാസ് ടീച്ചറിനെ എനിക്ക് കാണാൻ പറ്റി. ആര്യ മാമിനെ, രേഖ മാമിനെയൊക്കെ കണ്ടു. ബാക്കി ആരെയും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് ചെറിയൊരു വിഷമമുണ്ട്. അതെ, സാരമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് പോകുമ്പം എല്ലാ ടീച്ചേഴ്സിനെയും കാണിച്ചു തരും. പ്ലസ് നമുക്ക് എല്ലാവരെയും കാണാം. അപ്പം ബൈ. ഇനി നമുക്ക് അടുത്തൊരു ബ്ലോഗുമായി പിന്നീട് എപ്പോഴെങ്കിലും കാണാം. ഇപ്പോൾ ബസ് തട്ടിയേനെ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. ബൈ.